അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തുന്ന ആക്രമണങ്ങൾക്കിടെ ഇറാനൊപ്പം ചേർന്ന ഹിസ്ബുള്ളയും യുദ്ധത്തിൽ പങ്കുചേരുന്നതായി റിപ്പോർട്ട്. ഖമനേയിയുടെ വധത്തിന് പ്രതികാരമായി ലബനനിൽ നിന്ന് ഇസ്രയേലിലേക്ക് നിരവധി മിസൈലുകൾ തൊടുത്തതായി ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തുന്ന ആക്രമണങ്ങൾക്കിടയിലും ഇറാനൊപ്പം ചേരുകയാണ് ഹിസ്ബുള്ള. യുദ്ധത്തിൽ പങ്കുചേരുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ വധത്തിന് പ്രതികാരമായി ലബനനിൽ നിന്ന് ഇസ്രയേലിലേക്ക് നിരവധി മിസൈലുകൾ തൊടുത്തുവിട്ടതായി ഹിസ്ബുള്ള സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായി വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിലും ഇറാനോടുള്ള കൂറ് നിലനിർത്തിക്കൊണ്ട് ഹിസ്ബുള്ള ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. വടക്കൻ ഇസ്രയേൽ പലയിടത്തും സൈറണുകൾ മുഴങ്ങിയതായും ചില പ്രൊജക്ടൈലുകൾ തുറന്ന പ്രദേശങ്ങളിൽ പതിച്ചതായും ഇസ്രയേൽ പ്രതിരോധ സേനയും അറിയിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ കടന്നുകയറ്റത്തിന് പിന്നാലെ ബെയ്റൂട്ട് ഉൾപ്പെടെയുള്ള ലബനൻ മേഖലകളിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേൽ സൈന്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ലബനിലുടനീളമുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് IDF ആക്രമണവും ആരംഭിച്ചു കഴിഞ്ഞു. ഇറാനുമായുള്ള യുദ്ധത്തിനിടെ ഹിസ്ബുള്ള ഇടപെട്ടാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് ഇസ്രയേൽ നേരത്തെ മുന്നറിയിപ്പും നൽകിയിരുന്നു. നിലവിൽ ഇസ്രയേൽ അടിയന്തരാവസ്ഥ ഈ മാസം 12 വരെ നീട്ടിയിട്ടുമുണ്ട്. പടിഞ്ഞാറൻ ജെറുസലേമിൽ നടന്ന ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് സൂചിപ്പിക്കുന്നത്. യുദ്ധം ഗൾഫ് മേഖലയിലേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് ബഹ്റൈനിലെ സൽമാൻ തുറമുഖത്തിന് നേരെയും ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് UAE ഇറാനിലെ തങ്ങളുടെ എംബസി അടച്ചുപൂട്ടി നിലപാട് കടുപ്പിച്ചു. അതേസമയം ഇറാനെതിരായ സൈനിക നടപടി 4 ആഴ്ചയോളം നീണ്ടു നിൽക്കാമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാൻ ഒരു വലിയ രാജ്യമായതിനാൽ ഇത്രയും സമയം വേണ്ടിവരുന്നതെന്നാണ് ട്രംപിന്റെ വിശദീകരണം. അമേരിക്കയ്ക്കൊപ്പം ചേർന്ന സൈനിക നീക്കങ്ങളിൽ പങ്കാളികളാകാൻ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.